ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ 10ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ നമ്മൾ നൂൽപുട്ടും കടലക്കറിയായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ വേഗം കടലക്കറി വെക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു കുക്കറുള്ളൂ, അപ്പോൾ ഒരു കുക്കർ എല്ലാത്തിനും വേണ്ടി വരും കേട്ടോ. അപ്പോൾ കറി വെച്ചാൽ പിന്നെ കുക്കർ ഒഴിയുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എന്താക്കി വേഗം കടലൊക്കെ കഴുകി ഉള്ളിയും തക്കാളിയും കിഴങ്ങൊക്കെ പിന്നെ അരിഞ്ഞിട്ട് എല്ലാം ഒന്നിച്ചിട്ടിട്ടാണ് ഇടണത്. പിന്നെ മസാല പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കണ്ട് എന്താക്കി അങ്ങനെ ഗ്യാസ് മേലെ വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ഒരു 3 വിസിലോ 4 വിസിലൊക്കെ ആകുമ്പോഴത്തേനും അത് റെഡി ആവും കേട്ടോ. പിന്നെ എന്താ സമൂസയായിട്ട് ഉണ്ടാക്കണത്, ഒരു വെറൈറ്റി സമൂസയാണ് കേട്ടോ. അതായത് ചെറിയൊരു വെറൈറ്റി കേട്ടോ. അങ്ങനെ ഇതായി ഉണ്ടാക്കുകയാണ് കേട്ടോ. ആകുമ്പോൾ നമ്മൾ ഉള്ളി എടുത്തേക്കണം, നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാക്കണം മല്ലിച്ചപ്പും പുതിനയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതുണ്ടാക്കി അത് ഇട്ട് കൊടുത്തു. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതന്നെ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പിന്നെ പൊരിച്ചിട്ട് കിഴങ്ങുണ്ടല്ലോ ചെറുതായിട്ട് അരിഞ്ഞത് പൊരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ അരിഞ്ഞിടല്ല, പൊരിച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതവിടെ ചൂടാറട്ടെ, അതവിടെ റെഡി ആയിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ നൂൽപുട്ടിനെ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഈ അച്ചിന് ഭയങ്കര ഒരു ടൈറ്റായിട്ട് അങ്ങനെ നമ്മൾ തിരിക്കണ ഒരു ഭാഗത്തോട്ട് എന്തോ സംഭവിച്ചൊക്കെ ഇട്ടതിന്. പിന്നെ ഇപ്പോൾ മാവ് ടൈറ്റാണ് വിചാരിച്ച് നോക്കും, മാവാണെങ്കിൽ ഭയങ്കര ലൂസാണ് കേട്ടോ. മാവിനൊരു കുഴപ്പമില്ലേ, ഭയങ്കര ഇടങ്ങേറാട്ടോ. ഇത് കൊടുന്നപ്പോഴേ ഉള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാമെന്നൊരു പിടുത്തമല്ല. പിന്നെ മനത് എണ്ണ തേച്ചങ്ങാണ്ട് വെച്ചാൽ മതിയായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ ഇന്ന് വേറൊരു വെറൈറ്റിയും കൂടി കേട്ടോ, അതായത് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതുവരെ അത് കഴിച്ചിട്ടില്ല, എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാൽ അങ്ങനെ സമ്മതിച്ചതാണ് കേട്ടോ. എനിക്കിഷ്ടമല്ല വിചാരിച്ചിട്ട് മക്കളെന്തിനാ അത് മുടക്കണമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ശരി എന്നാൽ അത് ഉണ്ടാക്കുക വെച്ചാൽ നമ്മൾ കടല വെച്ച കുക്കറാണ് കേട്ടോ. അതൊന്ന് ചുവറ്റിയിട്ടുള്ളൂ കേട്ടോ, കാരണം അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അതിൽ തന്നെ കുറച്ച് ചിക്കൻ എടുത്ത് കണ്ട് എന്താക്കി പിന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ചതവുകളും ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ടതൊക്കെ ലേശം വെള്ളം ഒഴിച്ച് കണ്ട് നമ്മളൊന്ന് പിന്നെ ഇതാക്കണുണ്ട് കേട്ടോ, വേവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേവിച്ച് പിന്നെ വെച്ചിട്ടോ. പിന്നെ ഇതാക്കണം നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. എനിക്കാണെങ്കിൽ ഈ സമൂസ എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് റെഡി ആവില്ല, കാരണം ഇത് മടക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് ഇങ്ങനെ പറ്റുട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചത് അറിയുമ്പോഴൊക്കെയാണ് മടക്കാം, എല്ലാം അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ആരും എന്തൊന്നും പഠിച്ചുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാക്കണേ എൻ്റെ മകനെ മടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മകൾക്കൊരു തപ്പി പിടിച്ചലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അത് ഒന്നും പ്രശ്നമില്ല. എങ്ങനെ ആയാലും ഇത് പിന്നെ ഇതൊന്ന് ഒട്ടി കിട്ടിയാൽ ഇത് പൊരിച്ചെടുക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അത് ഫുള്ളായിട്ട് അവിടെ പിന്നെ റെഡിയാക്കി എടുത്തിട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും പിന്നെ ഒക്കെ അരിഞ്ഞതുണ്ട്, പിന്നെ മല്ലിച്ചപ്പ് പുതിന അങ്ങനത്തെ ഒക്കെ അരിഞ്ഞ എല്ലാം ഇട്ടെടുത്ത് കണ്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ നേരത്തെ നമ്മൾ ചിക്കൻ ഉണ്ട് അതൊന്ന് ഇതേപോലെ ഒന്ന് പിച്ചി കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കണ എൻ്റെ അമ്മയാണ് കേട്ടോ, ഞാനല്ല കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി പിന്നെ തിന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതൊന്നും തിന്നലും ഇല്ല കേട്ടോ. അപ്പോൾ ശരി എന്നാൽ തിന്ന് നോക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ എൻ്റെ അമ്മ ഉണ്ടാക്കി തരണം കേട്ടോ. പിന്നെ സമൂസൻ്റെ അതും അത് എൻ്റെ അമ്മ തന്നെയായിട്ട് ഉണ്ടാക്കണത്. അത് ഉണ്ടാക്കി തന്നതൊക്കെ എൻ്റെ അമ്മ തന്നെയാണ്. എന്തായാലും ഇതാക്കണം നമ്മൾ സൂപ്പ് റെഡിയായി ഇങ്ങോട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മൾ ചിക്കൻ്റെ വെള്ളമാണ് അതിൽ ഒഴിച്ചെടുത്തത്. പിന്നെ അതിൽ ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ട് അതിൽ ചതവുകളും ഇട്ട് കൊടുക്കണേന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് പിന്നെ എന്താക്കിയാൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ. പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ ലേശം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ കുരുമുളകിൻ്റെ മണി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ചിക്കന് ചെറുതായിട്ടൊന്ന് പിന്നെ പിച്ചെടുത്തിട്ടുണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സേമിയനാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ നോക്കിക്കോളി, സേമിയൻ നേരത്തെ ഒന്ന് കുറച്ച് വെള്ളത്തിൽ നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ നമ്മളെ സൂപ്പും ഒന്ന് തിളച്ച് വന്നതിന് ശേഷം എന്തായി അതവിടെ റെഡിയായി കിട്ടിട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഇതാക്കണ പിന്നെ വത്തക്കയാണ് മുറിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് മുറിക്കണതും പിന്നെ ജ്യൂസ് ഉണ്ടാക്കണമൊക്കെ നമ്മളെ മൂത്ത ആൾ മുത്തുമോനാണ്, ആ കോൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഓന് പിന്നെ ഇന്ന് നമുക്ക് പിന്നെ മല്ലിച്ചപ്പല്ല പുതിന ചപ്പ് ഇട്ട് കണ്ട് നമുക്ക് എന്താക്കാം ലൈം അടിക്കാറുണ്ട്, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടിക്കാറുണ്ട് കേട്ടോ. ശരി എൻ്റെ ഇഷ്ടം പോലെ ചെയ്താൽ പറഞ്ഞിട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് എന്താക്കി ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്ന് തരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ സൂപ്പ് ഉണ്ടായതുകൊണ്ട് തരി വേണ്ട കേട്ടോ. അങ്ങനെ ചായ തിളച്ചിട്ട് പിന്നെ നമ്മൾ ബാങ്ക് കൊടുക്കാനുള്ള പിന്നെ സമയമായി. അപ്പോൾ നമുക്ക് എന്താക്കി മേശമൊക്കെ കൊണ്ടുപോയിട്ട് സെറ്റാക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ സമൂസൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല.
അപ്പോൾ ഇതേ നമ്മളെ സൂപ്പ് ഇവിടെ ഉണ്ട്, പിന്നെ നാരങ്ങ വെള്ളമുണ്ട്, സമോസ ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനും എൻ്റെ അമ്മയൊക്കെ പുറത്തുണ്ട് കേട്ടോ. പിന്നെ കാക്ക ഉണ്ട്. കാക്ക പിന്നെ ഇപ്പോൾ കുപ്പായിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാക്കാനെ കാണിച്ചില്ല. പിന്നെ എന്നെ ഉമ്മാനൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു നോമ്പ് തുറ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഉമ്മ വന്നിട്ട് രണ്ടാമത്തെ ദിവസത്തെ നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താക്കി എല്ലാവരും നോമ്പൊക്കെ തുറന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. സൂപ്പും നാരങ്ങാ വെള്ളവും നമ്മളെ പിന്നെ സമൂസയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും 10ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ പിന്നെ രാത്രിക്കത്തെ ഫുഡിൻ്റെത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.